നമ്മുടെ പ്രിയപ്പെട്ട ഭാവഗായകൻ പി ജയചന്ദ്രൻ വിട പറഞ്ഞിരിക്കുകയാണ്. ഏറെ സങ്കടപ്പെടുത്തുന്ന നിമിഷങ്ങളിലൂടെയാണ് മലയാള സിനിമാ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഓരോ ഗാനങ്ങളും കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പോലും ആ ശബ്ദമാധുര്യം, ആ പാട്ടിൻ്റെ മാധുര്യം ഇങ്ങനെ ഓടി വരികയാണ്. രവി മേനോൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രവി മേനോൻ, ഒരു കാലത്ത് പി ജയചന്ദ്രൻ പറഞ്ഞിരുന്നു, ഒരുപക്ഷെ മലയാള സിനിമയിൽ അല്ലെങ്കിൽ മലയാള പിന്നണി ലോകത്ത് ഏറ്റവും ഭാഗ്യവാനായ ഗായകൻ യേശുദാസാണ്. ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമ യേശുദാസിനൊപ്പം വളർന്നുവെന്ന് പി ജയചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലപ്പുറം ആ കാലഘട്ടത്തിൽ തന്നെ യേശുദാസിനെ പോലെ തന്നെ മലയാള സിനിമയിൽ സിനിമാ പിന്നണി ലോകത്ത് അതേ തലപ്പൊക്കത്തോടു കൂടി കഴിയാൻ പി ജയചന്ദ്രന് സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ പലപ്പോഴും ചോദിക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തെ എപ്പോഴും യേശുദാസിനെ എപ്പോഴും പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ച പി ജയചന്ദ്രനെ മാത്രമേ നമുക്കറിയുള്ളൂ. ചില ഗാനങ്ങൾ, ഹിമവാഹിനി പോലെയുള്ള ഗാനങ്ങൾ അല്ലെങ്കിൽ താമസം എന്തേ എന്നുള്ള ഗാനങ്ങൾ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നൊരു കൊതിയുണ്ട് എന്ന് പറഞ്ഞൊരു പി ജയചന്ദ്രനെ നമുക്കറിയാം. അദ്ദേഹം തന്നെ പറയാറുണ്ട്, താമസമെന്തേ വരുക എന്ന് പറയുന്ന പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം ഭാർഗവി നിലയം എത്രയോ തവണ 10-20 തവണ പോയി കണ്ട ഒരു കഥയൊക്കെ അദ്ദേഹം പറയാറുണ്ട്. യേശുദാസും ജയചന്ദ്രനും ഒരു മ്യൂച്വൽ അഡ്മിറേഷൻ ഉള്ളതായിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ യേശുദാസിനെയൊക്കെ പലരും വിമർശിക്കുന്ന സമയത്ത്, അതായത് ജയചന്ദ്രനെ സുഖിപ്പിക്കാൻ വേണ്ടി പലരും വിമർശിക്കും. ആ സമയത്ത് പെട്ടെന്ന് ഇവരോട് വളരെ ക്രുദ്ധനായിട്ട് പൊട്ടിത്തെറിക്കുന്ന ജയേട്ടൻ, നിങ്ങൾക്ക് യേശുദാസ് ആവാൻ പറ്റുമോ, അതുമായി ഒരു പാട്ട് പാടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരു ജയേട്ടനെയും ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മലയാളികൾക്ക് ഈ രണ്ട് സമാന്തരമായിട്ടുള്ള സംഗീത സരണികൾ കിട്ടിയെന്നുള്ളൊരു ഭാഗ്യമായിട്ടാണ്. ഒരു ഭാഗത്ത് യേശുദാസ്, ഒരു ഭാഗത്ത് ജയചന്ദ്രൻ. പാടിയ പാട്ടുകൾ എണ്ണത്തിൽ കുറവാണ്, നമുക്കറിയാം. യേശുദാസ് പാടിയ അത്രയൊന്നും പാടിയിട്ടില്ല. പക്ഷേ ഈ പാട്ടുകളിൽ ഭൂരിഭാഗവും ജനകീയമായിരുന്നു. അതൊരു അത്ഭുതമാണ്. കാരണം ഒരു ഗായകൻ പാടിയ പാട്ടുകളിൽ ഒരു 90% ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതൊരു ഭാഗ്യമാണ്. അതിനെനിക്ക് തോന്നുന്ന ഓരോ പാട്ടിനും അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു ഭാവസ്പർശമാണ്. അത് ആ പാട്ടിൻ്റെ വരികളുടെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ അലിഞ്ഞു ചേരുന്ന ഒരു രീതിയാണ് ജയേട്ടൻ്റേത്. പാട്ടുകൾ ഇപ്പോൾ അദ്ദേഹം കേൾക്കുന്ന മുഹമ്മദ് റാഫിയുടെയും സുശീലാമ്മയുടെയൊക്കെ പാട്ടുകളാണ്. പക്ഷെ അതുപോലും അദ്ദേഹത്തിൻ്റെ ആലാപനത്തിൽ സ്വാധീനമായിട്ടില്ല. അത് പക്കാ ജയചന്ദ്രൻ ശൈലിയാണ്. ജയചന്ദ്രന് മാത്രം പാടി വലിപ്പിക്കാൻ കഴിയുന്ന ഒരു ശൈലി. ഇപ്പോൾ കരിമുകിൽ കാട്ടിലെ ആയാലും, സന്ധിക്കെന്തിന് സിന്ദൂരായാലും, അനുരാഗാനം പോലെ, നിൻമണിയറിയിലെ നിർമ്മല ശൈലിയിലെ ഈ പാട്ടുകളിലൊക്കെ ഒരു ജയചന്ദ്രൻ ടച്ചുണ്ട്. അതാർക്കും അനുകരിക്കാൻ പറ്റില്ല. അനുകരിച്ച് പാടുന്നവർക്കൊന്നും ഒരിക്കലും ജയചന്ദ്രൻ്റെ, മറ്റു പല ഗായകരെയും അനുകരിച്ച് പാടുന്നവരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ജയചന്ദ്രൻ്റെ പാട്ട് അനുകരിച്ചുകൊണ്ട് അതേപോലെ പാടാൻ കഴിയുന്ന ആരെയും കണ്ടിട്ടില്ല. അതൊരു ഗായകൻ്റെ ഒരു ഇൻഡിവിജ്വാലിറ്റി തന്നെയാണ്. ഒന്നിനുമല്ലാതെ എന്തിനോ തോന്നിയൊരു ഇഷ്ടം എന്ന് പാടിക്കൊണ്ട് എത്രയെത്ര പ്രണയങ്ങൾ ഒരുപക്ഷെ പൂത്തുലഞ്ഞിട്ടുണ്ടാകും അല്ലേ? ഞാൻ തന്നെ ഒപ്പം ഇരിക്കുന്ന സമയത്ത് ഫോൺ കോളുകൾ വരാറുണ്ട്. എത്രയോ സ്ത്രീകൾ, അതിന് പ്രായഭേദം പോലും ഇല്ല. ഓരോ തലമുറയ്ക്ക് അവരുടേതായിട്ടുള്ള പ്രിയപ്പെട്ട പ്രണയഗാനങ്ങൾ ഉണ്ടായിരുന്നു. അത് 80 വയസ്സുള്ള ഒരാളായാലും ഇന്ന് 18 വയസ്സുള്ള ഒരാളായാലും അവരോടെല്ലാവരും വളരെ മാന്യമായിട്ട്, വളരെ മനോഹരമായിട്ട് അദ്ദേഹം ഇടപഴകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വാധീനം ജയേട്ടനാണ്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ കുട്ടിക്കാലത്ത് കേട്ട് മനസ്സിൽ പതിഞ്ഞൊരു പാട്ട് ജയേട്ടൻ പാടിയ പാട്ടാണ്, പൂവും പ്രസാദവും. ഇപ്പോഴും എൻ്റെ വയനാട്ടിലെ എൻ്റെ കുട്ടിക്കാലത്ത് ആ പാട്ട് റേഡിയോയിൽ നിന്ന് അതിൻ്റെ അന്നത്തെ എല്ലാ ഡിസ്റ്റർബൻസോട് കൂടിയിട്ട് ഒഴുകിയെത്തുന്ന ഓർമ്മയുണ്ട്. അതിൻ്റെ ഹമ്മിങ്, അതിൻ്റെ തുടക്കത്തിലുള്ള ഓർക്കസ്ട്രേഷനിലുള്ള കിളി ശബ്ദങ്ങൾ, ഇതെല്ലാം ഇപ്പോഴും ഓർമ്മയുണ്ട്. അതിനുശേഷം ഒരിക്കലെങ്കിലും ജയചന്ദ്രനെ പരിചയപ്പെടാൻ പറ്റുമെന്നും സങ്കല്പിച്ചിട്ടില്ല. ശ്രീ രവി മേനോൻ, നമുക്കിപ്പം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ടെലിഫോൺ ലൈനിലുണ്ട്. താങ്കൾക്ക് ചോദിക്കുന്നുണ്ടെങ്കിൽ ആവാം. കൈതപ്രം, ജയേട്ടൻ പോയി. ഒരു വല്ലാത്തൊരു ജയേട്ടന്റെ അതെ അതെ വിയോഗം, അതെ, വാർത്ത കേട്ടു. എനിക്ക് ഒരുപാട് നഷ്ടങ്ങളാണ് തിരിച്ച്. ഈ കഴിഞ്ഞ കൊല്ലത്തോ എന്നോട് ജയേട്ടൻ മ്യൂസിക് ചെയ്തിട്ട് ഒരു 8 ഗുരുവായൂരപ്പ സോങ്സ് വേണമെന്ന് ഒരു കമ്പനി പറഞ്ഞു. അതെനിക്ക് ചെയ്യാൻ പറ്റിയില്ല, തിരക്കായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് മാത്രം. പക്ഷെ പിന്നെ ഇപ്പൊ ഞാനൊരു 4-5 ദിവസം മുമ്പേ അത് ആലോചിച്ചു. വീണ്ടും അതിനോട് പറയാം, വീണ്ടും നമുക്ക് തുടങ്ങാം, ഞാൻ ചെയ്യാം, അത് പറയാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇന്ന് വാർത്ത കേട്ടത് വേറെ അവസ്ഥയാണ്. അതെനിക്ക് വല്ലാത്ത നഷ്ടം. എൻ്റെ എത്രയോ നല്ല പാട്ടുകൾ ഇനിയും പാടാനുണ്ടാവും, അദ്ദേഹം ഉണ്ടാവും എന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. പക്ഷെ എത്രയോ നല്ല ഗാനങ്ങൾ അദ്ദേഹം പാടി ഗംഭീരാക്കിയിട്ടുണ്ട്. അതിൽ അഭിമാനമുണ്ടായി.
ഇത്രയൊക്കെ നമുക്ക് വിചാരിക്കാൻ പറ്റുള്ളൂ, ഇത്രയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഈ കാലത്തെ പറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ല. ശരിയാണ്. അങ്ങനെയുള്ള ദുഃഖത്തിലാണ് ഞാൻ ആ ദുഃഖം മാധവിയുടെ രക്ഷാകർത്താക്കളുമായി പങ്കുവെക്കുന്നു. നമസ്കാരം. ശ്രീ രവി മേനോൻ, ഈ പ്രേമിക്കുമ്പോൾ നീയും ഞാനും ആ ഗാനം പാടുമ്പോൾ അദ്ദേഹത്തിന് 80 വയസ്സായിട്ടുണ്ട്. എന്തിനെന്നറിയില്ല എങ്ങനെയെന്നറിയില്ല എന്ന് പാടുമ്പോൾ 68 വയസ്സാണ്. ഓലഞ്ഞാലക്കുരുവ് പാടുമ്പോൾ 70 വയസ്സാണ്. പക്ഷേ ആ ശബ്ദം, അതിലെ പ്രണയം, അതിന് പക്ഷേ പ്രായമില്ല. അദ്ദേഹം പറയാറുണ്ട്, ഞാൻ ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ഇത്രയും പ്രണയഗാനങ്ങൾ ഈ പ്രായത്തിൽ പാടാൻ കഴിയുന്നത് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഉള്ളിലൊരു കാമുകനുണ്ടായിരുന്നിരിക്കാം, പക്ഷെ അൾട്ടിമേറ്റ്ലി ഇതൊരു പ്രൊഫഷനാണ്. നമ്മളൊരു തൊഴിലായി എടുക്കുമ്പോൾ നമ്മളൊരു ഭക്തിഗാനമാണ് പാടുന്നതെങ്കിൽ നമ്മൾ ഭക്തനാവണമെന്നില്ല. നമ്മൾ താൽക്കാലികമായ ഒരു ഭക്തൻ്റെ മാനസികാവസ്ഥയിലേക്ക് മാറുന്നു. ആ പാട്ട് പാടിക്കഴിഞ്ഞാൽ ആ കുപ്പായം ഉരുവിക്കുന്നു. അതുപോലെ നമ്മളൊരു പ്രണയഗാനം പാടുമ്പോൾ ഒരു കാമുകനായിട്ട് നമ്മൾ സ്വയം അവതരിക്കുന്നു, അത് കഴിഞ്ഞ് ഉപേക്ഷിക്കുന്നു. വളരെ പ്രൊഫഷണലാണ്. പക്ഷെ ആ ഗാനങ്ങൾ നമുക്ക് ഇന്നറിയാം. ഇപ്പോൾ നീലമല പൂങ്കുയിലെ എന്ന പാട്ട്, ആ പാട്ട് SP ബാലസുബ്രഹ്മണ്യം പാടണമെന്നായിരുന്നു എൻ്റെ പ്രൊഡ്യൂസറുടെ ആഗ്രഹം. മാത്രമല്ല SP കൊണ്ട് ആ പാട്ട് റെക്കോർഡ് ചെയ്യിച്ചു. രാഘവൻ മാഷ് പറഞ്ഞു ജയചന്ദ്രനും കൂടി വന്ന് പാടട്ടെ, അതിലേതാണ് നല്ലതെന്ന് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. രണ്ടും തീരുമാനിച്ചു. 2 വെർഷനും കേട്ട് അവിടെ എല്ലാവരും വിധി എഴുതി ജയചന്ദ്രൻ പാടിയ നല്ലത്. അതുപോലെ എത്രയോ പാട്ടുകൾ, ഇപ്പോൾ അനുരാഗ ഗാനം പോലെ യേശുദാസിനെ കൊണ്ട് പാടിക്കണമെന്ന് അതിൻ്റെ പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർ വിചാരിച്ചിരുന്നു. പക്ഷെ ജയചന്ദ്രൻ പാടി, അത് കാലാതിവർത്തിയായി മാറി. അതുപോലെ എത്രയോ പാട്ടുകൾ, സ്വപ്ന സഖി, പക്ഷേ 3 വട്ടം പാടിപ്പിച്ചു, എന്നിട്ടാണ് ഫൈനലൈസ് ചെയ്തത്. അത് മഞ്ഞലയിൽ മുങ്ങിത്തോർത്തിയുടെ തമാശ ജയേട്ടൻ പറയുന്നത് എന്താ വെച്ചാൽ, ജയേട്ടൻ അതിൽ വേറൊരു പാട്ടാണ് പാടാൻ കുറച്ചൊരു തമാശയായിട്ടുള്ളൊരു ഫാസ്റ്റ് സോങ് ആണ് പാടി റെക്കോർഡ് ചെയ്തത്. അത് കഴിഞ്ഞ് പുള്ളി പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു. അപ്പോൾ ദേവരാമാഷ് വിളിച്ച് പറഞ്ഞു, നീ ഈ പാട്ടും കൂടി പഠിച്ചു വെച്ചോ, ഇത് യേശുദാസ് വന്ന് പാടിക്കോളൂ എന്ന് പറഞ്ഞു. അത് പാടി ഓക്കെ ചെയ്യാനുണ്ടായത്. കൃഷ്ണചന്ദ്രൻ അതിഥിയായി ചേരുന്നുണ്ട്. ശ്രീ കൃഷ്ണചന്ദ്രൻ, നേരത്തെ നമ്മൾ സംസാരിച്ചതാണ്, അദ്ദേഹത്തിന് താങ്കൾക്ക് വാക്കുകൾ പോലും ലഭിക്കുന്നുണ്ടായിരുന്നില്ല, അത്രമേൽ ആഴത്തിലുള്ള ബന്ധം ഉണ്ടായിരുന്നു ജയേട്ടനുമായി. താങ്കൾ അത് പറഞ്ഞു. ഈ ഒരു സമയത്ത് എങ്ങനെ ഓർക്കുന്നു എന്ന് ചോദിക്കുന്നില്ല, ഒരു പക്ഷേ ആ താങ്കളുടെ ഓർമ്മകൾ അറിയാനായിരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം. ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെയാണ്. ജയേട്ടൻ്റെ പാട്ടുകൾ പാടിയാണ് ഞാൻ സ്കൂളിലൊക്കെ മത്സരങ്ങൾക്കൊക്കെ പാടുന്നതൊക്കെ ജയേട്ടൻ്റെ പാട്ടുകളായിരുന്നു. അതെങ്ങനെയാണെന്നറിയില്ല, അങ്ങനെയാണ് ഉണ്ടായത്. സന്ധ്യക്കെന്തിന് സിന്ദൂരമായാലും, ഹർഷബാഷ്പം തൂകി, കരിമുകിൽ കാട്ടിലെ, ഇതൊക്കെയാണ് അന്നത്തെ മത്സരങ്ങൾക്ക് ഞാൻ പാടിയിരുന്നത്. പിന്നീട് മദ്രാസിലെത്തി ഞാൻ പഠിക്കാൻ ചെന്നൈയിൽ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന സമയത്തും പാടാൻ തുടങ്ങിയ സമയത്തും ഒക്കെ ജയേട്ടനുമായിട്ട് പരിചയപ്പെടാനുള്ളൊരു ഭാഗ്യം കിട്ടി. അത് വളരെ കാലം, ഈ അടുത്ത കാലം വരെ, കുറച്ചു കാലമായിട്ട് ജയേട്ടന് അസുഖമാണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ വിളിക്കാറില്ലായിരുന്നു. കാരണം വിളിക്കാൻ നമുക്കറിയായിരുന്നു, ന്യൂസുകളൊക്കെ അറിയാറുണ്ടായിരുന്നു സുഖമില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ വിളിക്കാൻ മടിച്ചിട്ടാണ്. ഒരു ദിവസം എനിക്കൊരു കോൾ വന്നു. ജയേട്ടനാണ്, എന്താ തൻ്റെ കോളൊന്നും കാണുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാനിങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടോ തൻ്റെ അടുത്ത്, താൻ വിളിക്കുന്നത് ശല്യമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു, പറഞ്ഞിട്ടില്ല, എങ്കിലും ഞാനൊരു ചേട്ടനെ ശല്യപ്പെടുത്തണ്ടെന്ന് ചോദിച്ച് വിളിക്കാതിരുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ്മെൻ്റൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ കുറേ ചീത്തയൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ പഴയ പാട്ടുകളുടെ കാര്യത്തിലേക്കൊക്കെ പോയി. അതാണ് ജയേട്ടനുമായിട്ട് എപ്പോഴുള്ള ചർച്ചകൾ. ഫോൺ വിളിക്കുകയാണെങ്കിലും, ഈ കുറച്ച് മുമ്പ് രവി മേനോൻ പറഞ്ഞ പോലെ തന്നെ മുഹമ്മദ് റാഫിയും സുശീലാമ്മയും അങ്ങനത്തെ നല്ല നല്ല പാട്ടുകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ജയേട്ടൻ എപ്പോഴും സംസാരിക്കുക. ജയേട്ടൻ്റെ പാട്ടുകളെക്കുറിച്ച് ഒരിക്കലും പറയാറില്ല. ജയേട്ടൻ്റെ പാട്ടുകളെക്കുറിച്ച് ജയേട്ടൻ്റെ ആരാധകരായിട്ടുള്ള നമ്മളെപ്പോലുള്ളവരാണ് പറയാറുള്ളത്. പക്ഷെ അതിനല്ല പുള്ളിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നത്. പുള്ളി എപ്പോഴും റഫി സാബിൻ്റെയും സുശീലാമ്മയുടെയും, പിന്നെ എന്തിനാ പഴയ തമിഴ് പാട്ടുകളെ പറ്റിയിട്ടും മലയാളത്തിലെയും ഏത് പാട്ടിനെക്കുറിച്ചും പഴയ പാട്ടുകളുടെ കാര്യങ്ങളും
ഒക്കെ എനിക്ക് പല വിവരങ്ങളും കിട്ടിയിട്ടുള്ളത് ജയേട്ടൻ പറഞ്ഞു തന്നിട്ടുള്ള അറിവിലൂടെയായിരുന്നു. അതൊക്കെ പോയി നമ്മുടെ ആ ഒരു ജനറേഷനിലെ ആളുകൾ ഇങ്ങനെ പോകുമ്പോൾ നമുക്കൊന്നും ഒരു അന്തം കിട്ടുന്നില്ല എന്ന് പറയില്ലേ. കാരണം നമ്മളൊക്കെ ജനിച്ചു വീണ പോലെ കേട്ടിട്ടുള്ള ശബ്ദങ്ങളാണ്. ദാസേട്ടൻ, ജയേട്ടൻ, സുശീലാമ്മ, ജാനകിയമ്മ, അങ്ങനെ ഓരോരുത്തരായിട്ട് ഇപ്പോൾ കുറേ പേര് ഇപ്പോൾ ലീല ചേച്ചി പോയി, നമ്മളെ വിട്ടുപോയി, ഉദയഭാനു ചേട്ടൻ പോയി, കമുകറ സാറ് പോയി, അങ്ങനെ PB ശ്രീനിവാസ്, അങ്ങനെ ഇവൻ വാണിയമ്മ, എൻ്റെയൊക്കെ കൂടെ ഞാനൊക്കെ കൂടെ പാടിയിട്ടുള്ള വാണിയമ്മ പോയി. നമ്മുടെയൊക്കെ ഞങ്ങളെ കണ്ട് ആ വളർച്ച കാണുകയല്ല, അവരൊക്കെ വലിയ ആളായതിനു ശേഷമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എങ്കിലും വളരെ അടുപ്പം ഉണ്ടായിരുന്ന ആൾക്കാരിങ്ങനെ പോകുമ്പോൾ എനിക്കിപ്പോൾ പെട്ടെന്ന് തോന്നുന്നത്, ഞങ്ങളുടെ നാട്ടിൽ നിലമ്പൂർ ഒരു കുറച്ച് കാലം മുമ്പ്, ഒരു 5-6 കൊല്ലം മുമ്പെയാണ് തോന്നുന്നു, ജയേട്ടൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിലുള്ള സമയമായിരുന്നു. ഞാനാണ് സ്വാഗതം പറഞ്ഞത് സ്റ്റേജിൽ. എന്നിട്ട് പറഞ്ഞതിന് ശേഷം ഞാൻ സ്റ്റേജിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരുന്ന് ജയേട്ടൻ്റെ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അനുരാഗ ഗാനം പോലെ അന്ന് അതിമനോഹരമായിട്ടാണ് ജയേട്ടൻ പാടിയത്. അപ്പോൾ അതിനുശേഷം സ്റ്റേജിൽ ഉള്ളിലേക്ക് വന്നപ്പോൾ ഞാൻ കെട്ടിപ്പിടിച്ചപ്പോൾ കരഞ്ഞു പോയി. ജയേട്ടനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു, നിങ്ങളെപ്പോലുള്ളവരൊക്കെ ഈ ശബ്ദമൊക്കെ ഇനി പോയി കഴിഞ്ഞ് നിങ്ങളൊക്കെ ഈ ലോകം വിട്ട് പോയി കഴിയുന്ന ഒരു കാലത്തിനെ പറ്റി എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ആ സമയത്ത്. ഇപ്പോഴും എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. രവി അപ്പുറത്തിരിക്കുന്നുണ്ടെന്നാണ് ഞാനൊരു വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രവിയോട് ഒരു കാര്യം പറയാനുള്ളത്, ഞാനും കൃഷ്ണേന്ദ്രനും ഒരുമിച്ച് പോകാൻ തീരുമാനിച്ചു. ചേട്ടനെ കാണാൻ തൃശ്ശൂർക്ക്, അതെ, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പോവാൻ തീരുമാനിച്ചതാണ്. ഈ ഡിസംബറിൽ എപ്പോഴെങ്കിലും പോകണം എന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തതാ. അതിന്റെ ഭാഗ്യം ഉണ്ടായില്ല. പിന്നെ ഒന്ന് വെക്കരുത് എന്നുള്ളതിന്റെ ഒരു പാഠം കൂടി കിട്ടി നമുക്ക്. നമുക്കൊപ്പം ഒരു അതിഥി കൂടി ചേരുന്നുണ്ട്, ഗായകനായ G. വേണുഗോപാൽ. ശ്രീ G. വേണുഗോപാൽ, ഒരുപക്ഷെ മലയാളികൾക്ക് ഈ ഭാവം, ഗാനത്തിലെ ഭാവം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തത് P. ജയചന്ദ്രനായിരിക്കും. അത് കഴിഞ്ഞ് ഭാവഗായകരെന്ന് മലയാളി വിളിച്ചത് താങ്കളെയാണ്. താങ്കൾക്ക് P. ജയചന്ദ്രനുമായുള്ള ഓർമ്മകൾ? ഒരുപാട് സമൃദ്ധമായ ഓർമ്മകളുണ്ട്. എനിക്ക് ഇതൊരു എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഇതൊരു ജനുവരിയുടെ നഷ്ടം എന്നേ എനിക്ക് പറയാൻ സാധിക്കുന്നുള്ളൂ. ഓർമ്മയുണ്ടോന്ന് അറിയില്ല, നമ്മള് വുഡ്ലാൻഡ്സ് ഡ്രൈവിൻ റെസ്റ്റോറൻറ്റിൽ ജയേട്ടനെ കാണാൻ പോയതും ജയേട്ടൻ്റെ കൂടെ യാത്ര ചെയ്തൊക്കെ ഒരുപാട് ഓർമ്മകളുണ്ട്. ഒരുപാട് ഓർമ്മകളുണ്ട്. എൻ്റെ തലമുറയിലെ പല സിംഗേഴ്സും ഒരു 70കളിൽ ആദ്യമായി പാടി തുടങ്ങി സ്കൂളിൽ. അത് കഴിഞ്ഞ് ഒരു 80s, ലേറ്റ് 80s സിനിമയിൽ വന്നു. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു എന്താ പറയണ, ഒരു റോൾ മോഡൽ ഇവർ രണ്ടുപേരാണ്, ദാസേട്ടൻ ആൻഡ് ജയേട്ടൻ. അതിൽ ഈ ഭൂമിയിലെ എന്താ പറയുക, ആകാശത്തിലെ 2 നക്ഷത്രങ്ങൾ, അതിൽ താഴെ ഇറങ്ങി വന്ന് ഞങ്ങളുടെ തോളത്ത് കൈയിട്ട് കുശലാന്വേഷണം ചോദിച്ചിരുന്ന ഒരു നക്ഷത്രമായിരുന്നു ജയേട്ടൻ. വളരെ അടുത്ത ബന്ധമായിരുന്നു. ഇത് ജനുവരിയുടെ നഷ്ടം 2025 ഒരിക്കലും തീരാത്ത സംഗീത നഷ്ടമാണ്. നമ്മൾ സംസാരിക്കാറുണ്ട് യേശുദാസിനെ കുറിച്ചും P. ജയചന്ദ്രനെ കുറിച്ചും. താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ഗന്ധർവന്മാരെ കുറിച്ച് സംസാരിക്കാൻ മനുഷ്യർക്ക് അർഹതയില്ല, പക്ഷേ P. ജയചന്ദ്രനെ കുറിച്ച് സംസാരിക്കാമെന്ന്. താങ്കൾക്കൊക്കെ ഒരുപക്ഷെ റേഡിയോ ആ കാലം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ കേട്ട് പരിചയിച്ച ഒരു ഓർമ്മയുണ്ടാകുമല്ലേ? തീർച്ചയായിട്ടും ഒരുപാട് പാട്ടുകൾ എന്നെ, അതായത് പാട്ട് കേട്ട് ഹൃദയത്തിൽ ആ പാട്ട് പാടി നടന്ന് ഞങ്ങളെ പാട്ടുകാരാക്കിയ ഒരു പാട്ടുകാരനാണ് ജയേട്ടൻ. എത്രയോ പാട്ടുകൾ, ഒരിക്കലും മരിക്കാത്ത പാട്ടുകൾ.
എപ്പോഴും ഓർമ്മ എടുത്തുകൊണ്ടേയിരിക്കും. സ്വാഭാവികമായിട്ടും അദ്ദേഹം നമ്മുടെ ഭാവഗായകനാണ്. പിന്നീട് ആ ഭാവം, ആ താളം എല്ലാം അങ്ങ് ഉൾപ്പെടെയുള്ള ഗായകർ പിന്നീട് പിന്തുടരുകയാണ് ചെയ്തത്. സ്വാഭാവികമായിട്ടും ഞാൻ ചോദിക്കുന്നത്, അതെല്ലാം നമ്മുടെ യുവതലമുറയിലുള്ള ഗായകരെയും സ്വാധീനിച്ചിട്ടില്ലേ? അല്ല, അതാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത്. ഞങ്ങൾ 80s പാടി തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ് ഞങ്ങളുടെ റോൾ മോഡൽസ്. അപ്പോൾ ഞങ്ങളെല്ലാവരും അനാഥരായി ഇത് ഇന്ന് ഈ ഒരു വാർത്തയിൽ. അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ് ഒരു ഗൈഡ് ലൈൻസ് ഫോർ വോയിസ് കൾച്ചർ, ഇമോഷണൽ ഫ്ലക്ച്വേഷൻസ്, ലിറിക്സ്, ഡിക്ഷൻ, ഇതെല്ലാം ജേട്ടൻ ആണ്. ജേട്ടനും ഓഫ്കോഴ്സ് ദാസേട്ടനും. ആ ഒരു തലമുറ അവരെ വാർദ്ധക്യത്തിലായി. ഞങ്ങളിൽ പലരും 60 കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു തലമുറയെ ഏറ്റവും കൂടുതൽ അനാഥരാക്കുന്ന ഒരു വാർത്ത ആണ് ജേട്ടൻ്റെ ഈ ഒരു വിയോഗം. താങ്കളുടെ മനസ്സിൽ ഒരു പക്ഷേ നമ്മളെല്ലാവരും സംസാരിക്കുമ്പം പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലെ ആ പ്രണയം എന്ന ഭാവത്തെക്കുറിച്ച്. അന്നും ഇന്നും എന്നും ഒരു പക്ഷേ പ്രായം അദ്ദേഹത്തിൻ്റെ ശബ്ദത്തെ ഒരു തരത്തിലും ബാധിച്ചിരുന്നില്ല. ഇല്ല, അത്രമാത്രം ഉള്ളിൽ പാഷൻ, അഭിനിവേശം ഉള്ളൊരു ഗായകനായിരുന്നു ചേട്ടൻ. ഇപ്പം നമ്മൾ പറയും വെളിച്ചപ്പാട് ഉറഞ്ഞ് തുള്ളുന്നു എന്ന് പറയില്ലേ, അതുപോലെ പൊസസ്ഡ് ആയിട്ട് പാടുന്ന ഒരേ ഒരു ഗായകൻ ആണ് ജേട്ടൻ. അതാണ് എനിക്ക് പറയാനുള്ളത്. അത് സ്വന്തം പാട്ടല്ല, മറ്റുള്ള പാട്ടുകാരുടെ പാട്ട്. ദാസേട്ടൻ്റെ, തലത് മെഹമ്മൂദിൻ്റെ, റഫീ സാദിൻ്റെ, മന്നടയുടെ, മുകേഷ്, ഇവരുടെയൊക്കെ പാട്ടുകൾ ചില പ്രൈവറ്റ് സദസ്സുകളിൽ ചേട്ടൻ പാടുന്ന കേട്ടാൽ പ്രണമിച്ചു. തീർച്ചയായിട്ടും ഇതിനകത്ത് വേണിച്ചേട്ടാ ഒരു സംശയമുണ്ട്. സംഗീതത്തെ അങ്ങേറ്റവും തീക്ഷ്ണതയോടുകൂടി സമീപിക്കുമ്പോഴും ജീവിതത്തെ ലാഘവത്തോടെയാണ് ജയേട്ടൻ കണ്ടതെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങേക്കറിയാം എത്രമാത്രം വളരെയധികം ലാഘവത്തോടുകൂടി ഒരു സംഗീതം എന്ന കലയുമായി ഒരുമിച്ച് ജീവിക്കുമ്പോൾ പോലും വളരെ ലാഘവത്തോടുകൂടി ജീവിതത്തെ കാണുകയും ചെയ്ത ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ ഒരു അഭാവം മലയാളത്തിൽ ഇനിയും, അല്ലെങ്കിൽ സംഗീത ലോകത്ത് ഇനിയും എന്ത് ശൂന്യതയായിരിക്കും വരുത്തുക? ഒരിക്കലും നികത്താനാവാത്ത ഒരു വലിയൊരു ശൂന്യതയാണത്. ബിക്കോസ് സത്യം മാത്രമേ ജേട്ടൻ പറഞ്ഞിരുന്നുള്ളൂ. അത് എത്ര അപ്രിയമാണെങ്കിലും ചേട്ടൻ സത്യം മുഖത്ത് തുറന്നടിച്ച് പറയുമായിരുന്നു ചേട്ടൻ. ഓൾവേസ് ആ ഒരു സത്യം, ആ ഒരു ഇൻറ്റഗ്രിറ്റി, ആ ഒരു ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ ആലാപനത്തിൽ ഉണ്ടായിരുന്നു. യാതൊരു കള്ളത്തരവും ഇല്ലാത്തൊരു പാട്ട്. ശ്രുതി, ലയം ആൻഡ് രാഗനിബദ്ധത, ഇത് മൂന്നും ആണ് അദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ ഏറ്റവും എടുത്ത് പറയത്തക്ക മേന്മകൾ. നമുക്കിപ്പം ഇപ്പോൾ മാതൃഭൂമി ഞങ്ങളുടെ സ്വന്തം രവിയേട്ടൻ കൂടി ഉണ്ട്. രവിമേനോൻ, നിങ്ങൾക്ക് രണ്ടുപേർക്കും കൃഷ്ണചന്ദ്രനാണെങ്കിലും ശരി, ജി വേണുഗോപാലിനാണെങ്കിലും ശരി, അടുത്ത് പരിചയമുള്ള ആളാണ്. ഇപ്പം രവിയേട്ടൻ, ഇപ്പം നമ്മൾ പി ജയചന്ദ്രനെ കുറിച്ച് സംസാരിക്കുമ്പം ഇപ്പം നേരത്തെ ജി വേണുഗോപാൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലെ യുവത്വം. പക്ഷെ അതായിരുന്നു ഒരു ഹൈലൈറ്റ്, അല്ലെങ്കിൽ കൂടപ്പിറപ്പായി എന്നും ആ ശബ്ദത്തിലെ യുവത്വം ഉണ്ടായിരുന്നില്ലേ? എനിക്കിപ്പോൾ ഓർമ്മ വരുന്ന, ഞാനും ഉദയഭാനു ചേട്ടനും ജയചന്ദ്രനും വേണുവും കൂടി ഒരു പകൽ മുഴുവൻ പാട്ടുമായിട്ട് ഇരുന്നിട്ടുണ്ട്. വേണു ഓർമ്മ കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ആ ഫോട്ടോ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിന് ഉദയഭാൻ ചേട്ടൻ ആദ്യം പോയി, ഇപ്പോൾ ജയേട്ടൻ പോയി. ശരിക്കും പറഞ്ഞാൽ അന്ന് ജയേട്ടൻ വന്നിട്ട് ഉദയഭാൻ ചേട്ടൻ്റെ പാട്ടുകളാണ് പാടുന്നത്. ഉദയഭാൻ ചേട്ടനെ ആദ്യം കാണുന്നത്. വേണു വന്ന് ജയേട്ടൻ്റെ പാട്ട് പാടുന്നു. ജയേട്ടന് വേണുവിൻ്റെ ഒരു പാട്ട്, അദ്ദേഹം യാത്ര ചെയ്യുന്ന വഴിക്ക് വേണുവിൻ്റെ ഒരു പാട്ട്, അത്ര വലിയ പ്രശസ്തമായ പാട്ടൊന്നുമല്ല, പക്ഷെ ഒരു പാട്ട് കേൾക്കുന്നു. ഉടനെ വേണുവിനെ വിളിച്ചിട്ട്, അത് ഓർമ്മയുണ്ടല്ലോ അല്ലേ വേണുവിന്? ആ ഫോട്ടോ ഉണ്ടെന്ന് പിന്നെ വല്ലാത്ത ഒരു സഹൃദയനാണ് ചേട്ടൻ. ആരോടും അനസൂയ വിശുദ്ധിയാണ്, ആരോടും അസൂയയില്ല, ആരോടും പകയുമില്ല. എക്സാക്ട്ലി, ഒന്നുമില്ല.
അതുപോലെ ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു പാട്ടുകാരന് അർഹതപ്പെട്ട ഒരു ഉയരങ്ങളിൽ എത്തിയിട്ടില്ലെങ്കിൽ അയാളെ പ്രശംസിച്ച് ഉയരങ്ങളിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയും. പക്ഷെ നാട്യങ്ങൾ ആരെങ്കിലും പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ കണക്കിന് ശകാരിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. വളരെ നർമ്മബോധം ജയേട്ടൻ, വളരെ ഹ്യൂമറസ്. വേണുവിനറിയാം ചില ഹ്യൂമർ നമ്മൾ കേട്ട് ഓർത്തോർത്ത് ചിരിക്കും. അതുപോലെ ജീവിതത്തെ ഞാൻ പറഞ്ഞു വളരെ ലാഘവത്തോടു കൂടി ജീവിതത്തെ കണ്ട ഒരാളാണ് അല്ലേ? അതെ. വേണു ജയേട്ടന്റെ പാട്ടുകളുടെ ഒരു ആൽബം ഇറക്കിയിട്ടുണ്ട്. ലൈറ്റ് സംഗീതത്തില് ഹെവി. അതെ അതെ, അത് ജയേട്ടൻ തന്നെ വന്ന് റിലീസ് ചെയ്ത് തന്നു. അതാണ് ഒരിക്കലും ചെയ്യില്ല. ഒരു ഗായകൻ അയാളുടെ പാട്ടുകൾ വേറൊരാൾ പാടുമ്പോൾ അംഗീകരിക്കണമെന്നില്ല. പക്ഷെ ആ പാട്ട് ചെയ്തില്ല. അതെ അതെ. നേരത്തെ കൃഷ്ണചന്ദ്രൻ പി ജയചന്ദ്രൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞൊരു കാര്യം, ആ വോയിസ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ശരിയാവുന്നില്ല എന്ന് പറയുന്ന പി ജയചന്ദ്രൻ, നമുക്ക് പോലും അങ്ങനെ ആലോചിക്കാൻ പോലും കഴിയില്ല. ഇപ്പം താങ്കളുടെ ഒരു അനുഭവം ഉണ്ടല്ലോ, ഇടയ്ക്ക് ഒന്ന് നിശബ്ദനാവേണ്ടി വന്ന ആ കാലഘട്ടം, അന്ന് പി ജയചന്ദ്രനെ ആ ഫോൺ കോൾ വരുന്നതും ഗുരുവായൂരിലേക്ക് പോകാൻ പറയുന്നതും ഒരുപക്ഷെ ആളുകൾക്കൊക്കെ അറിയാൻ, ആ കഥ അറിയാൻ ഒരു താല്പര്യം ഉണ്ടാവും. അതെ, ഒരു വോയിസ് റെസ്റ്റ് വയ്യ, അപ്പം ഒരു 2 മാസം ശബ്ദം എടുക്കരുത് എന്ന് പറഞ്ഞ് സൈലൻസ് ഇരിക്കുകയാണ്. ഫോൺ എടുക്കില്ല. അപ്പോൾ ജയേട്ടൻ എന്ന് ഫോണിൽ കണ്ടപ്പോൾ ഞാൻ എടുത്തു ഫോൺ. എന്താടാ, നീ ഒന്നും ചെയ്യരുത്, നേരെ ഒരു വെള്ളി ഓടക്കുഴൽ ഗുരുവായൂരപ്പൻ നേരുക, ഗുരുവായൂർ പോവുക, ആരോടും പറയരുത്, അവിടെ സമർപ്പിക്കുക, തിരിച്ചു വരിക. ഇതൊന്നും വേറൊരു മുതിർന്ന ഒരു കണ്ടംപററി ഓർ മുതിർന്ന ഒരു സിംഗർ ഒരിക്കലും അതൊന്നും വേറൊരു പാട്ടുകാരനോട് പറയാത്ത ശരിക്കും വാത്സല്യം, ഒരു ഇളയൊരു സഹോദരൻ എന്ന പോലെ എത്ര രാത്രികൾ അദ്ദേഹം പെട്ടെന്ന് വിളിക്കും, നീ പാട്ട് കേട്ടിട്ടുണ്ടോ? MS വിശ്വനാഥൻ്റെ, അല്ലെങ്കിൽ ദേവരാജൻ മാസ്റ്റർ, അല്ലെങ്കിൽ മദൻ മോഹൻ. ഇനി അതൊന്നും ഇല്ല എന്ന് ആലോചിക്കുമ്പോൾ രവിയുടെ ഇപ്പം നേരത്തെ ജി വേണുപോലെ കരുതൽ ആ ജീവിതത്തിൽ മാത്രമല്ല ആ ഗാനങ്ങളിലും ആ ശബ്ദത്തിലും ഉണ്ടായിരുന്നു. കരുതൽ എന്ന് പറയുമ്പോൾ പ്രണയം എന്നുള്ള ഭാവം മാത്രമല്ല, ഒരു കരുതലിന്റെ ശബ്ദമായിരുന്നു ശരിക്കും പി ജയചന്ദ്രൻ്റെത്. അല്ല, മനുഷ്യ ജീവിതത്തിൻ്റെ സമസ്ത ഭാവങ്ങളും അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ വിഷാദ ഗാനങ്ങൾ, കരിമുകിൽ കാട്ടിലെ, ശരിക്കും പറഞ്ഞാൽ ഒരു വിതുമ്പലോടുകൂടി നിശബ്ദമായിട്ടുള്ള ഒരു ഗദ്ഗതത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം പാടിയിട്ടുള്ളത്. ഏറ്റവും കോമഡി ആയിട്ടുള്ള പാട്ടുകൾ, അതുപോലെ കണ്ണാലെപ്പാരി എന്ന് പറഞ്ഞാൽ അതുമാതിരി പ്രായം തമ്മിൽ തന്നെ ഒരു സെമി കോമഡി സോങ്. അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പാട്ടൊന്നുമല്ല, അദ്ദേഹം പാടുന്നത് തന്നെ ഒരു കോമഡി ആയിട്ട് ആ സമയത്ത് തലമുറയെ മുഴുവൻ ഡാൻസ് ചെയ്യിപ്പിച്ച പാട്ടാണ്. അദ്ദേഹം മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകളുടെ ആരാധകൻ തന്നെയാണ്. പക്ഷെ എല്ലാ ഭാവത്തിലും, ഏത് തരത്തിലുള്ള ഭാവത്തിലുള്ള പാട്ടുകളും, വിഷാദ ഗാനങ്ങൾ, താരാട്ട്, ഇപ്പോൾ ഭാര്യയെ താരാട്ടി ഉറക്കുന്ന ഒരു ഭർത്താവിൻ്റെ പാട്ടാണ് രാജീവ് നാനെ എന്ന് പറയുന്ന പാട്ട്. അതുപോലെ ഭക്തിയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഓർമ്മ വരുന്നത് എന്താ വെച്ചാൽ, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, വളരെ നക്സൽ ആശയങ്ങളൊക്കെ സ്വീകരിച്ച ജീവിതത്തിൽ നിരീശ്വരവാദിയായിട്ടുള്ള, ഒരിക്കലും അമ്പലത്തിൽ പോകാത്ത ആളാണ്. വർഷങ്ങളായിട്ട് ഒപ്പം പഠിച്ച ഒരാളാണ്. അടുത്ത കാലത്ത് അവൻ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, ഇതൊക്കെയാണെങ്കിലും ജയേട്ടൻ ഗുരുവായൂർ അമ്പലം ശ്രീ വൈകുണ്ഠം എന്ന് പറയുന്ന പാട്ട് കേൾക്കുമ്പോൾ നമ്മളറിയാതെ അമ്പലത്തിൻ്റെ നടയിൽ പോയി നിൽക്കുന്ന പോലെ തോന്നും. അത് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ ആലാപന ശൈലിയുടെ ഒരു മാജിക്കാണെന്ന് എനിക്ക് തോന്നുന്നു. ഭക്തിയുടെയൊക്കെ ഭാവം അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ എത്ര സ്വാഭാവികമായിട്ട്. മണ്ഡലമാസ പുലരികൾ പൂക്കും പൂങ്കാവനമുണ്ടെന്ന് പി കുഞ്ഞിരാമൻ നായരുടെ പ്രശസ്തമായ ഒരു ഗാനം പാടിയിട്ടുണ്ട് അദ്ദേഹം. ഇപ്പോഴും ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ആ ശബരിമലയിലെ അന്തരീക്ഷം, അവിടുത്തെ മഞ്ഞ്, കുളിര് എല്ലാം ഫീൽ ചെയ്യും. അത്രയും മനോഹരമായിട്ടാണ് പാടിയത്. പുഷ്പാഞ്ജലി എന്ന് പറയുന്ന ആൽബം, കേശവൻ നമ്പൂരി, വിഘ്നേശ്വര ജന്മനാളികേരം എന്ന് പറയുന്ന പാട്ട് നമ്മുടെ ക്ലബ് FM ലോഞ്ച് ചെയ്തപ്പോൾ ആദ്യമായിട്ട് എയറിൽ പോയ പാട്ടാണത്, വിഘ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി. ഇപ്പോഴും ആ പാട്ട് ആദ്യമായിട്ട് കാതിൽ ഒഴുകിയെത്തിയതിൻ്റെയൊക്കെ ഒരു അനുഭൂതിയോട് കൂടിയിട്ട് നമുക്ക് ഓർക്കാൻ പറ്റില്ല. എത്ര മനോഹരമായിട്ടുള്ള പാട്ടുകളാണ് പുഷ്പാഞ്ജലിയൊക്കെ. അതോടൊപ്പം തന്നെ നമുക്ക് ഓരോ ഗായകർക്കും ഓരോ പ്രത്യേകതകളും രീതികളും ഒക്കെ ഉണ്ട്. അപ്പോൾ രവിയേട്ടൻ തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്, ജയേട്ടൻ പാട്ട് പാടുന്ന മുമ്പ് ഒരുപക്ഷെ മസാല ദോശ കഴിക്കും. മസാല ദോശ കഴിച്ചതിന് ശേഷം, അതായത് ഒരു സാധാരണ ഗായകൻ്റെ ഒരു ചിട്ടകളും ജയേട്ടൻ ഇതൊന്നും പാലിച്ചിട്ടേ ഇല്ല. ജയേട്ടൻ്റെ ദോശയാണ്, മസാല ദോശ ആയാലും കുഴപ്പമില്ല, ദോശ. അതായത് ജയേട്ടനെ മെരുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. ഇപ്പോൾ ഒരു സംഘാടകയായാലും
സംഗീത സംവിധായകനായാലും പ്രൊഡ്യൂസറായാലും ഒക്കെ ജയേട്ടനെ മെരുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അദ്ദേഹത്തിന് മൊരിഞ്ഞ ദോശ സമ്മാനിക്കുന്ന. വേണുവിനും കൃഷ്ണനൊക്കെ അറിയാം, ദോശയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വീക്ക്നെസ്. അങ്ങനെ ധാരാളം വീക്ക്നെസ് ഉണ്ട്. റഫീ സാഹിബ് ഒരു വീക്ക്നെസ്സാണ്, സുശീലാമ്മ ഒരു വീക്ക്നെസ്സാണ്. അവരെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാത്രി മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കും അദ്ദേഹം. എനിക്ക് ഏറ്റവും ഇപ്പോൾ ഓർമ്മ വരുന്ന കൃഷ്ണേന്ദ്രനെ പറ്റി ഞങ്ങളും സംസാരം ഉണ്ടായി. അതായത് സിനിമയിൽ പിന്നീട് അദ്ദേഹം അഭിനയിച്ചിട്ടില്ല അധികം, നക്ഷത്രങ്ങൾ കഴിഞ്ഞ ശേഷം അഭിനയിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, ജയേട്ടാ ഇനി അഭിനയിച്ചുകൂടെ, നന്നായി അഭിനയിച്ചല്ലോ നിങ്ങൾ അതിൽ. അപ്പോൾ അദ്ദേഹം പറയാം, അഭിനയമൊന്നും പാട്ടുകാർക്ക് പറ്റിയില്ല, ഒന്നും ശരിയായില്ല. അപ്പോൾ ഞാൻ കൃഷ്ണേന്ദ്രനൊക്കെ എത്ര പടത്തിൽ അഭിനയിക്കുന്നു പാടുന്നു ഒക്കെ ചെയ്തതല്ലേ. അത് അയാളുടെ ഹീറോയിൻ ജയഭാരതിയാണ്, എനിക്കുണ്ടോ ഹീറോയിൻ? ഞാൻ വയസ്സനായിട്ടല്ല അഭിനയിക്കുന്നത്. വളരെ തമാശയായിട്ടാണ് പറഞ്ഞത്. പക്ഷെ ആ സംഗീതമായിരുന്നു അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ ഓടിയിരുന്ന എനിക്ക് തോന്നുന്നു. സംഗീതത്തെക്കുറിച്ച് ഏത് സംസാരവും ഫലിതമായാലും ശരി, എന്തായാലും ശരി, പത്രമൊന്നും വായിക്കുന്ന ഏർപ്പാടേ ഇല്ല. സംഗീതം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ശ്വാസം. കൃഷ്ണേന്ദ്രൻ എന്തോ ചേർത്ത് പറയാൻ 5 മിനിറ്റ് കിട്ടിയല്ല. കൃഷ്ണേട്ടാ പറഞ്ഞോളൂ. എന്താ വേണു ഒരു 5 മിനിറ്റ് നമ്മള് അല്ല വേണുവിന് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. എവിടെയെങ്കിലും നമ്മള് ചേട്ടനെ വഴിയിൽ വെച്ച് കണ്ടു എന്ന് വിചാരിക്കുക. ഒരു 5 മിനിറ്റ്സ് മൊബൈൽ എടുക്ക്, അതിൽ ഈ സിനിമ യൂട്യൂബിൽ അടിക്കൂ, ഇതിൽ സുശീല കാരണം ഇതൊന്നും ചേട്ടൻ ചെയ്യാൻ അറിയില്ല. എന്നിട്ട് ഈ പാട്ട് വാട്സപ്പ് യൂസ് ചെയ്തിട്ടില്ല അദ്ദേഹം. അത്രേ ഉള്ളൂ. പാട്ട് 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 മാത്രം. അല്ല, ജേട്ടൻ സുശീലാമ്മയെ പറ്റി പറഞ്ഞ ഏറ്റവും വലിയൊരു തമാശ എനിക്ക് ഓർമ്മയുണ്ട്. വസന്തത്തിൽ ഓർനാൾ എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് പാട്ടുണ്ട്. വസന്തത്തിലോർനാൾ മണവரை താരി വൈദേഹി, അങ്ങനെ ഒരു പാട്ട്, കാത്തിരുന്നാളോ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ പാട്ടിനെ പറ്റി ജയേട്ടൻ പറയുന്നത്, അതിലൊരു സംഗതി അടിക്കും സുശീലാമ്മ. അതിപ്പോൾ എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് പാടാൻ പറ്റില്ല. അപ്പോൾ അത് ആ ജയേട്ടൻ പറയും, എടോ അയമ്മയ്ക്ക് അറിയില്ല, അയമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ പാടാൻ അറിയുന്നുള്ളത് എന്നാണ് ജയേട്ടൻ പറയാറുള്ളത്. അപ്പോൾ ജയേട്ടൻ ചിലരെ പറ്റിയിട്ട് പറയുന്ന ഒറ്റ വാക്കിൽ ജയേട്ടൻ അതിൻ്റെ എല്ലാം പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ അറിയിപ്പിക്കും എന്നുള്ളതാണ്. പിന്നെ ജയേട്ടനെ പറ്റി മറ്റുള്ളവർക്ക് അറിയാൻ ചാൻസ് ഇല്ലാത്തൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. കാരണം ഈ പറഞ്ഞില്ലേ നഖക്ഷതങ്ങളുടെ കാര്യം പറഞ്ഞില്ലേ, ഇപ്പോൾ മാർഷൽ പറഞ്ഞില്ലേ, അതുപോലെ നഖക്ഷതങ്ങളിൽ അഭിനയിച്ചിട്ട് ഡബ് ചെയ്യാൻ വന്നപ്പോൾ അതിൽ വിനീതിന് ഞാനാണ് ശബ്ദം കൊടുക്കുന്നത്. ജയേട്ടൻ്റെ പോർഷൻ ഡബ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ വിനീതിന് ഡബ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഡബ്ബിങ് തിയേറ്ററിൽ. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, ഇത് നോക്കിയിട്ട് പറഞ്ഞു, ഈ ലിപ്പ് നോക്കി ഇങ്ങനെ നമ്മൾ ആ ഡയലോഗ് ഇങ്ങനെ പറയുകയാണല്ലോ. പുള്ളി പറഞ്ഞു, ജേട്ടൻ പറഞ്ഞു, എടോ എന്നെ കൊണ്ട് ഈ പരിപാടിയൊന്നും പറ്റില്ല, അത് വേറെ വല്ലവരും കൊടുത്തോട്ടെ ശബ്ദം, ഞാൻ പോവാണ് ഇവിടുന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് പോകാൻ പുറപ്പെട്ടു ജയേട്ടൻ. പിന്നെ ഞാൻ പറഞ്ഞു, ജയേട്ടാ ഇത് പാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രശ്നമല്ല ഈ ഡബ്ബിംഗ് എന്നുള്ളത്, ഒരു താളത്തിൻ്റെ കേസാണ്, ഒരു റിതമാണ് ഈ സംഭവം. ഒരു പ്രാവശ്യം നമുക്കൊന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെവിടെയാണ് ഈ ലിപ്പ് തുറക്കുന്നതെന്ന് പിടിക്കാൻ പറ്റും. ജയേട്ടൻ ഇന്ന് ഡബ് ചെയ്യാതെ ഇവിടെ ഒന്നും ഞങ്ങൾ ചെയ്യുന്ന നോക്കിയിട്ട് നാളെ ഉഷാറാക്കി വിട്ടു. എനിക്ക് വേറൊരു കാര്യം വേണുണ്ട്. പക്ഷെ അതൊരു പാട്ടുകാരെ പല പാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അതൊരു താളമാണ് വേണു. വേണു അങ്ങനെ പറയല്ല ഞാൻ. പക്ഷെ ജയേട്ടനെ പക്ഷെ എന്തായാലും ജയേട്ടൻ പിറ്റേ ദിവസം വന്നിട്ട് ജയേട്ടൻ പുല്ലുപോലെ ഡബ് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ആദ്യത്തെ ദിവസം പറഞ്ഞു എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പിറ്റേ ദിവസം വന്ന് പുള്ളി അഭിനയിച്ച പോർഷൻ അസാധ്യമായിട്ട് ഡബ് ചെയ്തിട്ട് പോയി എന്നുള്ളതാണ് ജയേട്ടൻ. ജയേട്ടനെ എന്താ പറയേണ്ടതാണ്. ശ്രീ വേണുഗോപാൽ, ഇപ്പം നമ്മൾ പോവല്ലേ ഇങ്ങനെ ഓരോരുത്തരും പഴയ ആളുകൾ അല്ല തീർച്ചയായിട്ടും ആര്യ, ഞാൻ രവിയേട്ടനോടാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ JC ഡാനിയൽ അവാർഡ് ജയേട്ടന് കിട്ടുന്ന സമയത്ത് ജയേട്ടന് ഭയങ്കര മുൻശുണ്ടിയുണ്ട്, അല്ലെങ്കിൽ ജയേട്ടൻ പെട്ടെന്ന് കോപിക്കും, ജയേട്ടൻ ദേഷ്യം വരും എന്നൊക്കെ പറയുമ്പോൾ ബ്യൂറോയിൽ നിന്ന് ആർക്കും ജയേട്ടനെ ഫേസ് ചെയ്യാൻ ധൈര്യമില്ല, ജയേട്ടൻ്റെ രീതി എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പോയി ജയേട്ടനെ കണ്ടോളാം, എനിക്ക് നേരത്തെ പരിചയമുണ്ട് ജയേട്ടൻ എന്നോട് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ വേണുചേട്ടനെ ഞാൻ സമീപിക്കും, വേണുചേട്ടനെ ഇതുപോലെ ഭയങ്കര സോഫ്റ്റാണ്, കൃഷ്ണേട്ടനൊക്കെ സമീപിക്കും, അതുപോലെ ഞാൻ പോകാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹം വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് അതേപടി താഴുകയും ചെയ്യുന്നു. ജയേട്ടൻ്റെ ഒരു സ്വഭാവം നമുക്ക് ജേർണലിസ്റ്റുകൾക്ക്, ആസ് എ ജേർണലിസ്റ്റ് എന്ന രീതിയിൽ
വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം പെട്ടെന്ന് ദേഷ്യപ്പെടും, അല്ലെങ്കിൽ സംസാരിക്കും. ചില പാട്ടുകൾ അല്ലെങ്കിൽ രചനകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അദ്ദേഹം നിശ്ചിതമായി വിമർശിക്കും. അതിൻ്റെ ഏറ്റവും വലിയ രസകരം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഗാനമേളകളാണ്. ഗാനമേളകളിൽ ഈ ജനത്തിൻ്റെ, അതായത് സദസ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ധാരാളമായിരിക്കും ഈശ്വർ. അപ്പോൾ പലപ്പോഴും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള പല അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ നിൻ്റെ നീല വാർമുടി ചുരുളിൻ്റെ അറ്റത്ത് എന്ന് പറഞ്ഞ അടുത്ത വരിക്ക് പകരം ഞാൻ എൻ്റെ മുറി കൂടി പണിയേക്കിട്ട് എന്ന് അറിയാതെ പറഞ്ഞു പാടിപ്പോയി അദ്ദേഹം. രണ്ടാമത്തെ ചരണത്തിലാണ്. ഇത് കേട്ടിട്ട് മുമ്പിൽ നിൽക്കുന്ന ഒരാൾ എന്തോ മുറിയാണോ മുടിയിലാണോ പണിക്കാന്ന് വിളിച്ചു ചോദിച്ചു. പുള്ളി അവിടെ നിർത്തി അത് കറക്റ്റായിട്ട് സോറി തെറ്റായി പാടി എന്ന് പറഞ്ഞ് അദ്ദേഹം രണ്ടാമത് പാടിയിട്ടുണ്ട്. അതുപോലെ വേറൊരാൾ ഒരു പാട്ട് പാടിയില്ല, കരിമൂൽ കാട്ടിലാണെന്ന് തോന്നുന്നു. ആ പാട്ട് ഗാനമേളയിൽ പാടിയില്ല എന്ന് വെച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ജയേട്ടനെ കയ്യേറ്റം ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ജയേട്ടൻ അതിനും മാപ്പ് പറഞ്ഞു. കാരണം അയാൾ 40 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിയിട്ട് ഈ പാട്ട് കേൾക്കാൻ വേണ്ടി മനുഷ്യനാണ്. അയാൾക്ക് ആ പാട്ട് ഇഷ്ടമായിട്ട് ഞാൻ പാടാൻ പറ്റില്ലെങ്കിൽ എനിക്ക് ശിക്ഷ ഞാൻ അർഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ജനങ്ങളുമായിട്ടുള്ളൊരു എന്താ പറയുക, സാധാരണ മനുഷ്യരുമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകെട്ട്. എത്രയോ ആളുകൾ ഇങ്ങനെ അടുത്ത് വന്നിട്ട് ചിലർക്ക് ബോറടിപ്പിക്കും ആരാധകന്മാർ. പക്ഷെ പരമാവധി അത് സഹിച്ച് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ കരുത്ത് എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആരാധകരാണ്, അല്ലാതെ വലിയ വലിയ സെലിബ്രിറ്റീസ് ഒന്നും അല്ല എന്ന് അദ്ദേഹം തന്നെ പറയാറുണ്ട്. വലിയൊരു ജനകീയ ഗായകൻ തന്നെയായിരുന്നു അദ്ദേഹം. ശരി, അദ്ദേഹം എപ്പോഴും പറയും ഞാനൊരു എങ്ങനെയാണ് ഞാനൊരു സംഗീതജ്ഞനാവുക, ഞാനൊരു ആസ്വാദകനാണ് എന്ന് പറയാറുണ്ട്. പക്ഷേ ഗാനം ശ്രീരാഗം എന്നൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹം ഒരു രാഗം ശ്രീരാഗത്തിൻ്റെ കഥ ഭയങ്കര രസമാണ്. കാരണം രാഗം ശ്രീരാഗം അദ്ദേഹത്തെ കൊണ്ട് പാടിക്കണമെന്ന് MT ആണ് സജസ്റ്റ് ചെയ്യുന്നത്. അത് പാടുന്നത് MB ശ്രീനിവാസന് വേണ്ടിയിട്ടാണ്. അപ്പോൾ MB ശ്രീനിവാസൻ വളരെ ചുരുക്കം പാട്ടുകളെ ജയേട്ടന് അതുവരെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ജയേട്ടന് സ്വാഭാവികമായിട്ട് ആ പാട്ട് ഒന്നാമത് ക്ലാസിക്കൽ രാഗമാലിക അടിസ്ഥാനത്തിലുള്ളൊരു പാട്ടാണ്. അത് പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാണ് നോക്കിയത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തും സംഗീത സംവിധായകനായിട്ടുള്ള കേശവൻ നമ്പൂരി നിർബന്ധിച്ചു, ജയൻ ഇത് പാടണം, ഇത് നല്ലൊരു പാട്ടായിരിക്കും, ചിലപ്പോൾ MTയുടെ പടമാണ്, പാടണം എന്ന് നിർബന്ധിച്ച് മനസ്സോടെയാണ് ജയേട്ടനത് അത് പോകുന്നത് പാടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്പൂരി എന്നെ പറയാറുണ്ട്, MBS താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ഗേറ്റ് കടക്കുമ്പോൾ തന്നെ ജയേട്ടൻ പറഞ്ഞു പോവാം, നമുക്ക് മതി പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞു പോകാൻ വേണ്ടി പോവാം. നിർബന്ധിച്ച് ഉന്തി കൊണ്ടുപോകുന്നു, MBS പാട്ട് പഠിപ്പിക്കുന്നു. അത് അദ്ദേഹം ഉദ്ദേശിക്കുന്നതിലും മനോഹരമായിട്ട് അത് പാടുകയും ചെയ്തു. ജയേട്ടന് ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡും അത് കിട്ടി. പിന്നീട് ആദ്യമായിട്ട് നമ്പൂരിയെ കാണാൻ വന്നു എന്ന് പറയും, ഈ അവാർഡ് കിട്ടിയ വിവരം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു ചലഞ്ച് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ വിജയിപ്പിക്കാനുള്ള കഴിവുള്ള ആളാണ്. പക്ഷെ അത് ഏറ്റെടുക്കണം, അതിനെ പ്രലോഭിപ്പിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരുടെ ഒരു വെല്ലുവിളി. ജയേട്ടനെ കൊണ്ട് സമ്മതിപ്പിക്കുക എന്നുള്ളതാണ്. അല്ല വേണുവേട്ടാ, സ്വാഭാവികമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ജയേട്ടൻ്റെ പാട്ടുകൾ, അപ്പോൾ ജയേട്ടൻ്റെ അതേ അനുകരണ രീതിയിലേക്ക് വന്നിട്ടുള്ളതും വേണുചേട്ടനാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് എനിക്ക് പാടിയാൽ കൊള്ളാമായിരുന്നു എന്ന് അങ്ങനെ മനസ്സിൽ എപ്പോഴും നമുക്കുണ്ടല്ലോ ഒരു പാട്ട് കേൾക്കുമ്പോൾ ആ പാട്ട് ഞാനൊന്ന് പാടണം, എനിക്കൊന്ന് പാടണം. പറഞ്ഞ കാര്യത്തിനോട് അഭിപ്രായമില്ല കേട്ടോ. അത്രയേ ഉള്ളൂ. അല്ല എങ്കിലും അതിന് മുകളിലേക്ക് പോകൂല. എങ്കിലും അദ്ദേഹം നമ്മളെ വിട്ടു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഓർക്കും, അത്തരം പാട്ടുകൾ നമുക്കിനിയും കേൾക്കാൻ കഴിയില്ല. എങ്കിലും വേണുചേട്ടന് തോന്നുന്നത് ഏതായിരുന്നു ഏറ്റവും ഭാവമായിട്ടുള്ള ആ താളം? ഏതായിരുന്നു മലയാളത്തിൽ ഒരു ഗായകനും പാടാൻ പറ്റാത്ത രീതിയിലുള്ള പറയാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് ചേട്ടൻ്റെ ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണ്. ഇപ്പോൾ ഒന്നിനി ശ്രുതി താഴ്ത്തി, രാജീവ് നായനെ, രാസാത്തിയൊണ്ട്, ഇതൊന്നും അതുപോലെ എനിക്ക് പാടാൻ സാധിക്കില്ല. അതാണ് സത്യാവസ്ഥ. അത് കേൾക്കാം. കൃഷ്ണേന്ദ്രൻ ഇങ്ങനെ ഒരു വലിയൊരു കൂടെ പാടിയിട്ടുണ്ട്, വലിയൊരു ഗായകൻ പാടി വെച്ച ഒരു ജയേട്ടൻ്റെ കൂടെ റെക്കോർഡ് ചെയ്തിട്ടില്ലേ ലൈവായിട്ട്? കൃഷ്ണൻ പാടിയിട്ടുണ്ട്. അതെ, അതെന്താ അനുഭവങ്ങളുണ്ട് അങ്ങനെ ഓർമ്മയിൽ? രാജാ സാറിൻ്റെ പാടിയിട്ടുണ്ട്. അല്ല അങ്ങനെയുള്ള തമാശയാണ്. ജയേട്ടനും ഉണ്ണിമേനോനും ഞാനും കൂടിയൊക്കെ പാടിയിട്ടുണ്ട്. ശ്യാം സാറിന് കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്. പിന്നെ രാജാ സാറിന് പാടിയിട്ടുണ്ട്. ഏറ്റവും തമാശ ഉണ്ടായിരുന്നത് ദാസേട്ടനും ജയേട്ടനും ഞാനും കൂടി അപ്പുറത്തും നിന്ന് പാടിയൊരു പാട്ടുണ്ട്. CID ഉണ്ണികൃഷ്ണൻ BA B.Ed എന്ന് പറഞ്ഞിട്ട്. അതിൽ ജയറാമിൻ്റെ പോർഷൻ ദാസേട്ടനും മണിയമ്പിള്ള രാജുവിൻ്റെ പോർഷൻ ജയേട്ടനും ജഗതി ചേട്ടൻ്റെ പോർഷൻ ഞാനുമാണ് പാടിയത്. അത് ഭയങ്കര തമാശയായിരുന്നു. ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോനട
എന്തരോ മഹാനുഭാവുലു എന്നൊക്കെ പറഞ്ഞ് ഞാൻ വായി തോന്നിയ വിഡ്ഢിത്തരമൊക്കെ കാണിച്ചു. അതിന് ഭയങ്കര രസമായിരുന്നു അത്. പ്രത്യേകിച്ച് ഈ 2 മഹാന്മാരുടെ കൂടെ നിന്ന് പാടാൻ പറ്റി എന്നുള്ളതായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യം. ഇനി അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടാവില്ലല്ലോ, ലൈവ് റെക്കോർഡിങ്ങിന്റെ കാലം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. അതെ അതെല്ലാം പോയി. അല്ല, നമ്മുടെയൊക്കെ ഒരു ഭാഗ്യമാണ്. കൃഷ്ണേന്ദ്രനായാലും വേണുവായാലും ഞാൻ പറയും, നമുക്ക് അദ്ദേഹത്തിൻ്റെ കാലത്ത് ജീവിക്കാൻ പറ്റി, അദ്ദേഹമായിട്ട് ഇടപഴകാൻ പറ്റി, ആ പാട്ടുകൾ ഫോണിൽ കേൾക്കാൻ പറ്റി. ഇതൊക്കെ ഒരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കരുതേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മള് നീലമല പൂങ്കുയിലിന്റെ ചരിത്രം നേരത്തെ രവിയേട്ടൻ പറഞ്ഞു. അപ്പം നമ്മള് SPBക്ക് വേണ്ടി ഉണ്ടാക്കിയ പാട്ടാണ് ജയചന്ദ്രൻ പാടിയെന്ന് പറഞ്ഞു. കൃഷ്ണേന്ദ്രനും അത് പാടിയിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? കൃഷ്ണേന്ദ്രൻ ട്രാക്ക് പാടി. കൃഷ്ണേന്ദ്രനാണ് ഈ ആരാ പാടുന്നതെന്ന് അറിയാതെ ആ പാട്ട് ട്രാക്ക് പാടിയത് ഞാനായിരുന്നു. അത്രേ ഉള്ളൂ. ഇപ്പൊ ആ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ശാസ്ത്രീയ സംഗീതം പഠിക്കാത്ത 2 പേര് അല്ലെ, P ജയചന്ദ്രനും SPBയും അല്ലെ. എനിക്ക് തോന്നുന്നു അതേ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ആ നീലമല പൂങ്കുയിലെ എന്നുള്ള പല്ലവിയില് അല്ല ഒരു പോർഷൻ അത് ജയേട്ടൻ അല്ലാതെ ലോകത്താർക്കും പാടാൻ പറ്റില്ല. ആ നീലമല പൂങ്കുയിലെ ആദ്യത്തെ വരിയില് അല്ലേ, പൂങ്കുയിലേ എന്നുള്ളൊരു സംഭവമില്ല. അത് രാഘവ മാഷിന്റെ സിഗ്നേച്ചറും കൂടിയാണത് അല്ലേ? അതെ ശരിക്കും പറയുകയാണെങ്കിൽ അല്ല, എന്നിട്ട് ജയേട്ടൻ പറയാറുണ്ട് രാഘവമാഷ് ഉദ്ദേശിച്ച മാതിരി നന്നായിട്ടില്ല എന്നുള്ളൊരു സംഭവം. അത് ജയേട്ടന്റെ അതെ. അല്ല, അതൊക്കെയാണല്ലോ ആ ഓരോ സിംഗേഴ്സ്. ഇപ്പോൾ ജയേട്ടൻ്റെ ഒരു എന്താ പറയുക ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു കൊടുക്കാത്ത ഇങ്ങനെ ചില സംഭവങ്ങൾ, അത് ചെറുതായിട്ട് മൈന്യൂട്ട് സംഭവങ്ങളായിരിക്കും. അത് പാട്ടുമായിട്ട് നല്ല ബന്ധമുള്ളവർക്കേ ചിലപ്പോൾ പിടിക്കാനും പറ്റുള്ളൂ. എല്ലാവർക്കും ചിലപ്പോൾ പിടിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ ചില സംഭവങ്ങൾ ജയേട്ടൻ ഇടുന്നത് നമുക്ക് അയ്യോ. അത് പറയാറ് ജയേട്ടൻ തമിഴിൽ എഴുതിയിട്ടാണ് തമിഴ് പാടിയിരുന്നത്. പറയാനില്ല, തമിഴിൽ എഴുതിയെടുത്ത് പാട്ട് എഴുതിയെടുത്ത് തമിഴിൽ എഴുതിയെടുത്തിട്ടാണ് പാടി. അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. അതെ. തമിഴിൽ എഴുതിയെടുത്ത് പാടിയാൽ അതിന്റെ പ്രൊനൗൺസിയേഷൻ വ്യത്യാസം ഉണ്ടാവും എന്നുള്ള കാര്യം സംശയമില്ലാത്ത കാര്യമാണ്. കാരണം അത് അങ്ങനെയാണത്. പക്ഷെ നമ്മൾ മലയാളത്തിലൊക്കെ എഴുതിയെടുത്ത് പാടുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള പെർഫെക്റ്റ്. അതെ. അപ്പൊ ജയേട്ടന്റെ ആയിരുന്നല്ലോ മലയാളികളിൽ തമിഴ് പാടുന്ന പാട്ടുകാരിലെ ഏറ്റവും പെർഫെക്റ്റ് തമിഴ് പ്രൊനൗൺസിയേഷൻ ജയേട്ടന്റെ ആണെന്നാണ് എല്ലാവരും പറയാറുള്ളത്. ജയേട്ടൻ തമിഴിൽ പാടാനുള്ള കാരണം അറിയാമല്ലോ മാഷ്. അതായത് MS വിശ്വനാഥനാണ് മണിപ്പയൽ എന്ന സിനിമയിൽ ആദ്യമായിട്ട് ജയേട്ടനെ കൊണ്ട് പാടിക്കുന്നത്. അല്ല, അതൊക്കെ പിന്നീട് വളരെ വർഷം ശേഷം. MS വിശ്വനാഥനാണ് 70കളുടെ തുടക്കത്തിൽ പാടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് MGR ഒരിക്കലും അദ്ദേഹത്തിൻ്റെ രാജീവ നയനേ എന്നുള്ള പാട്ട് കേൾക്കാൻ ഇടവരുന്നു. അപ്പോൾ ഇതാരാ പാടിയെന്ന് നോക്കുമ്പോൾ MS പറഞ്ഞു ജയചന്ദ്രൻ പാടിയ പാട്ടാണ്. എൻ്റെ അടുത്ത പടത്തിൽ അയാൾ പാടട്ടെ ഒരു പാട്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മധുരയും മേട്ട സുന്ദരപാണ്ഡ്യനിലെ അമുദത്തമിഴിൻ കവിത എന്ന് പറയുന്ന പാട്ട് ജയേട്ടൻ പാടുന്നത് വാണിജ്യറാം. പക്ഷെ അത് അവസാനത്തെ പടമായി മാറി MGR. അല്ലെങ്കിൽ MGRൻ്റെ പടത്തിൽ വീണ്ടും പാടാനുള്ള അവസരം കിട്ടുമായിരുന്നു. പിന്നീട് തമിഴിൽ അദ്ദേഹത്തിൻ്റെ വളർച്ച വളരെ, അത് ഇളയരാജ കൂടി വന്നതോടുകൂടിയിട്ട് അദ്ദേഹത്തിന് പിടിച്ചാൽ കിട്ടാതെ. പിന്നെ റഹ്മാൻ വന്നപ്പോൾ പോലും റഹ്മാൻ കുറച്ച് പാട്ടുകളെ കൊടുത്തു. ആ പാട്ടുകളെല്ലാം വേറെ ആര് പാടിയാലും നന്നാവില്ല. അത്രയും മനോഹരമായ പ്രണയഗാനങ്ങളാണ്. റഹ്മാൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകൾ സെലക്ട് ചെയ്തപ്പോൾ എന്മയിൽ വിഴുന്ന മഴത്തുള്ളി എന്നുള്ള പാട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ 10 പാട്ടുകൾ ആദ്യകാലത്ത് സാധ്യ പാട്ടായിരുന്നു. സംശയമില്ല. രവിയുടെ ഇപ്പം പലരും ചോദിക്കുന്നു. ഇപ്പം അടുത്തിടപഴകാൻ കുറേ അവസരങ്ങൾ ഉണ്ടായതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പം സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പാടിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതായിരുന്നു എന്ന് ഒരുപക്ഷെ ഒരു കടലിൽ നിന്നൊരു വെള്ളത്തുള്ളീനെ എടുക്കാൻ പറയുന്നത് പോലെയായിരിക്കും. എന്നാലും സംസാരിച്ച ഏതെങ്കിലും ഒരു കാലത്തിൽ അങ്ങനെ ഒരിക്കലും അദ്ദേഹം പല സമയത്തും പല പാട്ടുകളാണ് പറയുക. ഞാനൊരു പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ സെൻ കാറിൽ ചെന്നൈ സിറ്റിയിൽ കൂടെ, അദ്ദേഹത്തിന് അന്ന് വലിയ തിരക്കില്ലാത്തൊരു കാലമാണ്. ഇപ്പോൾ രാവിലെ എന്നെ താമസിക്കുന്ന ഹോട്ടലിൽ വന്ന് പിക്ക് ചെയ്ത് ഞങ്ങളിങ്ങനെ വുഡ്ലാൻഡ്സ് ഡ്രൈവിനിലൊക്കെ പോയി യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തോട് ഞാനിങ്ങനെ ചില പാട്ടുകൾ പാടാൻ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ പാടാൻ ആവശ്യപ്പെട്ടൊരു പാട്ടാണ് കുപ്പായ കീശമേൽ എന്നുള്ള പാട്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇതൊന്നും ആരും ചോദിക്കാറില്ലല്ലോ, എൻ്റെ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണിത്, വേറെ ആരും ഈ പാട്ട് ചോദിക്കില്ല, നിങ്ങളെന്താ ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കുട്ടിക്കാലത്ത് വീട്ടിൽ വയനാട്ടിലായിരുന്നു ഞങ്ങൾ. അപ്പോൾ വീട്ടിലിടയ്ക്ക് അച്ഛനൊക്കെ അടിച്ചു കഴിഞ്ഞ് അച്ഛൻ്റെ അടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വീട്ടിൻ്റെ മുകളിലേക്ക് ഓടിക്കയറുമ്പോൾ അവിടെ വല്യമ്മ റേഡിയോ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അന്ന് ഞാൻ കേട്ട പാട്ട് ഒരു ആശ്വാസം, ഒരു കരുതൽ അല്ലെങ്കിൽ ഒരു തണൽ പോലെ എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചൊരു പാട്ടാണ്. അത് ഏത് കാലത്തും എൻ്റെ ഓർമ്മയിൽ ഉണ്ടാവുന്ന. അന്ന് അദ്ദേഹം ആ പാട്ട് പാടിയത് ഓർമ്മയുണ്ട്.
അതുപോലെ ഹർഷബാഷ്പം തൂക്കി പാടും. അതിൽ ഇന്ദുമുഖി എന്നുള്ള പോർഷൻ പാടിക്കൊണ്ട് തന്നെ അദ്ദേഹം പറയും കുഴപ്പമില്ല അല്ലേ പാടിയത് എന്ന് അദ്ദേഹം ചോദിക്കും. ഞാൻ പറഞ്ഞു ചേട്ടാ ഇതിൽ ഇന്ദുമുഖി ഇതിലപ്പുറം ഇനി ഇല്ല, നീലാംബരി ഇതിനപ്പുറം ഇനി ഇല്ല എന്ന് പറയും. അപ്പോൾ അദ്ദേഹം അതുമാതിരി ആയേ ബഹാർ ബൻകെ ലുബ എന്ന് പറയുന്ന റഫീയുടെ പാട്ട് ആവർത്തിച്ച് പാടുന്ന പാട്ടത്. അതൊക്കെ എന്താ പറയുക, ഇനി അതൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഓരോരുത്തരായിട്ട് പോവാണ്. അപ്പം ഞാൻ രവിയേട്ടനോട് പി ജയചന്ദ്രൻ അദ്ദേഹത്തോട് സംസാരിച്ച കാര്യമാണ് ചോദിച്ചത്. അപ്പം നിങ്ങളോട് രണ്ടുപേരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഗായകരെന്ന നിലയിൽ കൂടിയാണ്. പി ജയചന്ദ്രനെ ഒരു പാട്ട് ഇന്ന് ഏറ്റവും ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്ന ഗാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും ശ്രീ വേണുഗോപാൽ? അദ്ദേഹത്തിൻ്റെ ഒരു ആദ്യകാലത്തെ ഒരുവിധം എല്ലാ പാട്ടുകളും, മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി, ഹർഷബാഷ്പം തൂകി, നിന്മണി അറയിലെ, അങ്ങനെ ഒരുപാട് പാട്ടുകൾ അന്നത്തെ. പിന്നെ ലേറ്റസ്റ്റ് സ്റ്റേജിൽ ഒന്നിനി ശ്രുതി താഴ്ത്തി, രവിയേട്ടൻ്റെ ഒരു 2-3 പാട്ടുകളെ അതേ പാടിയിട്ടുള്ളൂ. ബട്ട് ഓൾ സോങ്സ് എക്സലന്റ്. അല്ല വേണിച്ചേട്ടാ, അതിനകത്ത് അതോടൊപ്പം തന്നെ ഉണ്ട് വഴുതക്കാട് മറ്റേ ലക്കി സ്റ്റാർ റേഡിയോ ക്ലബിൻ്റെ അല്ലേ വേണിച്ചേട്ടാ, വഴുതക്കാട് ലക്കി സ്റ്റാർ റേഡിയോ ക്ലബിൻ്റെ ഭാഗമായിട്ട് ആകാശവാണി ബാലഗോപാലത്തിലേക്ക് അങ്ങ് പോകുന്നു. ലക്കി സ്റ്റാർ റേഡിയോ ക്ലബ്ബ് അങ്ങ് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അന്നാണ് ആദ്യമായിട്ട് ഒരു ഗാനമേള കാണാൻ പോകുന്നു. വിമൻസ് കോളേജിൽ ജയേട്ടൻ പാടുന്നു, അങ്ങത് കേൾക്കുന്നു. ആ അനുഭവം സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു ശ്രീ ശബരീശ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം അദ്ദേഹം ആലപിക്കുമ്പോൾ അങ്ങ് തന്നെ ഓർക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ മനുഷ്യൻ ഇത്രയും പേരെ ഈ അദ്ദേഹത്തിൻ്റെ ശബ്ദം കൊണ്ട് കൈപ്പിടിയിൽ ഒതുക്കുന്നത്, എങ്ങനെ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്ന് ഓർക്കുന്നു. അപ്പോൾ ഞാൻ ജയേട്ടൻ്റെ ഒപ്പം വേണുചേട്ടൻ്റെ ഒരു അടുത്ത ആരാധന 70s. അതെ 70s അങ്ങ് പറഞ്ഞ ഒരു പഴയ ഒരു അഭിമുഖമാണ് ഞാൻ. ഏർലി 70s ആണ് ഈ ഒരു, അതെ ഏർലി 70s. ആ ഒരു ടൈം ഞാൻ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു 2-3 ചേച്ചിമാരുടെ കൂടെ ഒരു വിമൻസ് കോളേജ് ജേട്ടൻ്റെ ഗാനമേള തുടങ്ങി. ശ്രീ ശബരീശ അത് കഴിഞ്ഞ് ഓരോരോ പാട്ടുകളായിട്ട് പാടുന്നു. ഞങ്ങൾ വളരെ ബാക്കിലാണ് ഇരുന്ന് കേൾക്കുന്നത്. അപ്പോൾ ഒരു പിൻ ഡ്രോപ്പ് സൈലൻസ്, പെൺകുട്ടികളെല്ലാം നിശബ്ദരായിട്ടിരുന്ന് പാട്ട് കേൾക്കുന്നു. അപ്പോൾ ഇടയിലൊരാൾ, പാട്ടുകൾ കൂടുതൽ യേശുദാസനായിരിക്കും പക്ഷേ കാണാൻ സുന്ദരൻ ജയചന്ദ്രനാണ് എന്നൊരു കമൻറ്റ് ഞാൻ എവിടെ നിന്നോ കേട്ടു. അതൊക്കെ എനിക്ക് ഇപ്പോഴും ഇന്നലെ എന്ന പോലെ നല്ല ഓർമ്മയുണ്ട്. ഈ ശ്രീ ശബരീശ ദീനദയാള എന്നുള്ള പാട്ട് മലയാളത്തിൽ വന്നിട്ടുള്ള ചലച്ചിത്രേതര ഭക്തിഗാനങ്ങളുണ്ടല്ലോ, അത് 2ാമത്തെ റെക്കോർഡാണ്. അതിന് ആ സമയത്തൊന്നും യേശുദാസിൻ്റെ നോൺ ഫിലിം ഭക്തിഗാനങ്ങൾ വന്നിട്ടില്ല. തരങ്കിണിയിലൊക്കെ പിന്നീട് വന്നിട്ടില്ല. ആദ്യം ഇറങ്ങുന്നത് ജയവിജയ കമ്പോസ് ചെയ്ത ലീല ചേച്ചിയുടെ പി ലീലയുടെ പാട്ടാണ്. അത് കഴിഞ്ഞ് ശ്രീ ശബരീശ ദീനദയാളയാണ് ജയവിജയ എഴുതി ട്യൂൺ ചെയ്ത പാട്ടാണ്. അപ്പോൾ ആ കാലം മുതൽ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലെ ഭക്തിഭാവം ജയവിജയന്മാർ അത് കണ്ടറിഞ്ഞു എന്നുള്ളതാണ് തന്നെ. അതിനുശേഷം എത്രയോ പാട്ടുകൾ വന്നു, പക്ഷെ ആ കാലഘട്ടത്തിൽ ആ പാട്ടാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ ഗാനമേളകളിലും അദ്ദേഹം ആദ്യം പാടിയിരുന്നത്. കൃഷ്ണേന്ദ്രൻ കണ്ണടച്ചാൽ ആദ്യം വരുന്ന പി ജയചന്ദ്രൻ്റെ ഗാനം ഏതായിരിക്കും? അത് ഓക്കെ. എനിക്ക് പെട്ടെന്ന് വേണു ഈ ഗാനമേള കേട്ടു എന്ന് പറഞ്ഞ ആ ഒരു ഓർമ്മയിൽ എൻ്റെ ചെറിയൊരു ഓർമ്മയും കൂടി. ഞാൻ ആദ്യമായിട്ട് ജയേട്ടനെ കാണുന്നത് ഞാൻ ചിറ്റൂർ കോളേജിൽ പഠിക്കുമ്പോഴാണ്. പാലക്കാട് ചിറ്റൂർ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ സ്റ്റുഡൻസ് എല്ലാം കൂടി ചിറ്റൂരിനപ്പുറത്ത് തത്തമംഗലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടുത്തെ ഒരു ബ്രാഹ്മിൻസ് ഏരിയയിൽ ഒരു ശാസ്താപ്രീതി, അങ്ങനത്തെ ഒരു അയ്യപ്പൻ പൂജ, അതിന് ജയേട്ടൻ്റെ ഗാനമേളയായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടി രാത്രി സൈക്കിളൊക്കെ എടുത്തുകൊണ്ട് ഒരു 10-20 മിനിറ്റ് പോകണം ചിറ്റൂരിൽ നിന്ന് തത്തമംഗലത്തേക്ക്. സൈക്കിൾ ഓടിച്ചുകൊണ്ട് പോയി ജയേട്ടൻ്റെ ഗാനമേള കേൾക്കാൻ പോയ ഒരു ഓർമ്മ എൻ്റെ കയ്യിലുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ശ്രീ ശബരീശയായിരുന്നു ആദ്യത്തെ പാട്ട്. അന്നത്തെ ഒരു പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ, അന്ന് ഓർക്കസ്ട്രയിൽ ഒരു ചെറിയൊരു മനുഷ്യൻ ഒരു അക്കോർഡിയനും വായിക്കുന്നുണ്ട്, ഒരു സോളോ വയലിൻ വായിക്കുന്നുണ്ട്, ഫ്ലൂട്ട് വായിക്കുന്ന ഒരേ മനുഷ്യൻ. അതാരാണെന്നുള്ളത് ഞങ്ങളൊക്കെ ഇങ്ങനെ മ്യൂസിക് സ്റ്റുഡൻസ് ഞങ്ങളെല്ലാവരും അന്തം വിട്ട് നോക്കി നിന്ന് ആ ചെറിയ മനുഷ്യനാണ് പിന്നീട് ജോൺസൺ മാസ്റ്ററായിട്ട് നമ്മളെല്ലാവരുടെയും മുമ്പിൽ വന്നത്.
അന്ന് ജയേട്ടൻ്റെ കൂടെ ഓർക്കസ്ട്രയിൽ ഉണ്ടായിരുന്നു, ഔസേപ്പച്ചനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. അന്ന് ആറ്റ്ലി എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരിലെ ഒരു ഫേമസ് ഗിറ്റാറിസ്റ്റ് ഉണ്ട്, അവരുടെ വോയിസ് ഓഫ് ട്രിച്ചൂർ ആയിരുന്നു അന്ന് പ്ലേ ചെയ്തിരുന്നത്. അങ്ങനെയാണ് ജയേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ജയേട്ടൻ്റെ ഇഷ്ടപ്പെട്ട ജയേട്ടൻ പാടിയ പാട്ടുകൾ ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ വേണു പറഞ്ഞ ഈ പാട്ടുകളൊക്കെ നമ്മുടെ ലിസ്റ്റിലുള്ളതാണ്. അതിന് പുറമെ 1-2 പാട്ട് പറയാം. വിണ്ണിലിരുന്നുറങ്ങുന്ന ദൈവമോ, അങ്ങനെ ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജയേട്ടൻ്റെ. പിന്നെയും ഇണക്കുയിൽ ഇണങ്ങിയല്ലോ എന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. ഏകാന്ത പഥികൻ ഇഷ്ടമാണ്. ഇനിയും പുഴയൊഴുകും അത് ഭയങ്കര ഇഷ്ടമാണ്. ഏതാ ഇഷ്ടമല്ലാത്തത് ചോദിച്ചാൽ മതി. ഇഷ്ടമല്ലാത്ത പാട്ടുകൾ ഉണ്ടാവാൻ വഴിയില്ല. അത്രയും ജയേട്ടൻ്റെ എല്ലാ പാട്ടുകളും ഒരു എന്താ പറയുക, ഒരു പ്രത്യേക രീതിയിലായിരുന്നു. നമുക്ക് ദാസേട്ടനെ നമ്മളൊരു സൈഡിൽ വെച്ചിരിക്കുന്നു, ജയേട്ടനെ വേറൊരു സൈഡിൽ വെച്ചിരിക്കുന്നു. ഇതായിരുന്നു നമ്മുടെയൊക്കെ ഒരു സ്ഥിതി. തീർച്ചയായിട്ടും രവേട്ട, നിലമ്പൂർ വെച്ചിട്ട് ഞാൻ ഒരു 6-7 വർഷം മുമ്പ് ഒരു പ്രോഗ്രാമിന് നിലമ്പൂർ ഞങ്ങളുടെ നാട്ടിൽ പുള്ളി ഗസ്റ്റായിട്ട് വന്നിട്ട് അവിടെ പുള്ളിയുടെ ഗാനമേള ഉണ്ടായിരുന്നു. അന്ന് ഞാനാണ് സ്വാഗതമൊക്കെ പറഞ്ഞത്. അപ്പോൾ ഞാൻ സ്റ്റേജിൻ്റെ സൈഡിലിരുന്ന് ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പോൾ അനുരാഗ ഗാനം പോലെ പാടി അതിമനോഹരമായിട്ടാണ് അന്നത്തെ ദിവസം പാടിയത്. ചില മൂഡുണ്ട്, എല്ലാ പാട്ടുകാർക്കും ഒരു മൂഡുണ്ട്. അന്ന് അതിമനോഹരമായിട്ടാണ് പാടിയത്. അപ്പോൾ ചേട്ടൻ തിരിച്ചങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് കരച്ചിലടക്കാൻ പറ്റിയില്ല. ഞാൻ ചേട്ടനെ കൂടെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ചേട്ടൻ ചോദിച്ചു, എന്തിനാ കരയണം? എടോ എന്തിനാണോ താൻ കരയുന്നത്? എന്തിനാ കരയുന്നത്? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, നിങ്ങളുടെയൊക്കെ തലമുറയിലെ ആൾക്കാർ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ആരുണ്ട് പാട്ട് ആരുടെ പാട്ടാണ് ഞങ്ങളൊക്കെ കേൾക്കുക എന്നാലോചിച്ച് കരച്ചിൽ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ചേട്ടനും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഞങ്ങൾ അവർ 2-3 മിനിറ്റ് ഇപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ എന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നു എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. ഒരു ദിവസം എന്നെ വിളിച്ചു, വളരെ എമോഷണൽ. അമ്മയാരെ വിളി കഴിഞ്ഞു, ദോശ കഴിക്കൽ കഴിഞ്ഞു. ഒരു ദിവസം എമോഷണലായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിരുന്നു, പത്തനംതിട്ടയിലെ ഒരു വക്കീലാണ്, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണ്, അദ്ദേഹം മരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിൽപ്പത്രത്തിൽ അദ്ദേഹം എഴുതി വച്ചിരുന്നു, എൻ്റെ മൃതശരീരത്തിൻ്റെ കൂടെ പശ്ചാത്തലത്തിൽ ഒന്നിനി ശ്രുതി താഴ്ത്തി എന്നുള്ള പാട്ട് വെച്ചുകൊണ്ടിരിക്കണം. എൻ്റെ അവസാന സംസ്കാര ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്കുള്ള എൻ്റെ യാത്ര ആ പാട്ട് കേട്ടുകൊണ്ടാവണമെന്ന് ഇദ്ദേഹം എഴുതി വെച്ചിരുന്നു. മക്കളോട് അദ്ദേഹം നിർബന്ധിച്ച് ചെയ്യുകയും ചെയ്തു. ഇത് ആരോ വിളിച്ചു പറഞ്ഞപ്പോൾ ചേട്ടൻ ഭയങ്കര എമോഷണൽ. നമ്മളെ പാടുന്ന പാട്ടൊക്കെ ഇത്രയൊക്കെ ആളുകൾ ഇങ്ങനെ കൊണ്ടു നടക്കുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടൻ നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള ചിലപ്പോൾ ആഗ്രഹങ്ങളായിരിക്കും അതൊക്കെയെന്ന്. കാരണം അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പം കൃഷ്ണേന്ദ്രൻ ഏകാന്തപഥികൻ ആ കാര്യം സൂചിപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ നമ്മളിപ്പം നല്ല ഓർമ്മകൾ, നല്ല ഗാനങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ താൻ ജീവിതത്തിൽ നേരിട്ട പ്രയാസങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ദുരനുഭവങ്ങളെക്കുറിച്ച് കൂടി അദ്ദേഹം നമ്മളോട് സംസാരിച്ചു. ഈയിടെ ഇറങ്ങിയ 3-4 പടങ്ങളിൽ പാടിച്ചു. പക്ഷേ സിനിമ പുറത്തിറങ്ങിയപ്പം അദ്ദേഹം പാടിയ ഇതല്ല, മാന്യത പറയാനുള്ളൊരു, അദ്ദേഹം പറഞ്ഞ പാട്ട് മാറ്റിയതിലല്ല, ഞാൻ പാടിയത് മാറ്റിയതിലല്ല, പക്ഷെ ആ മാന്യത പറയാൻ കാണിച്ചില്ല. അതെ, അത് അവസാന കാലത്ത് അങ്ങനത്തെ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ സിനിമയുടെ ഒരു പ്രൊഫഷൻ, ഒരു ബിസിനസ്സായി മാറുമ്പോൾ അങ്ങനത്തെ പല സംഭവങ്ങളും നടന്നേക്കാം. അതൊന്നും അത്ര വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല. പക്ഷെ നമുക്കാണ് അതിൻ്റെ വിഷമം. കാരണം ജയചന്ദ്രനെ പോലെ ഒരു ഗായകനെ കൊണ്ടുവന്ന് പാടിക്കുന്നു, അത് പിറ്റേ ദിവസം വേറൊരു പുതിയ ഗായകനെ കൊണ്ട് പാടിക്കുന്നു. എന്നാൽ പോലും ചേട്ടൻ പാടിയതിനേക്കാളും നന്നായിട്ടുണ്ടോ അതും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതൊക്കെ നമുക്കാണ് വിഷമം. പുള്ളി അതൊക്കെ അപ്പോഴപ്പോഴേക്ക് മറക്കും.